എല്ലാവർക്കും നമസ്കാരം. ജനുവരി 2 തൊട്ട് സംസ്കൃതത്തിന് വേണ്ടിയുള്ള ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ മീറ്റ് വഴിയാണ് ക്ലാസ് നൽകുക. കേരള സിലബസിലുള്ള സ്റ്റാൻഡേർഡ് 5 തൊട്ട് 10 വരെയുള്ള കുട്ടികൾക്കാണ് ഈ ക്ലാസ്സസ് യൂസ്ഫുൾ ആവുക. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9846770380 ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 10 ചാപ്റ്റർ 1 പഠന പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കുകളാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ നോക്കിക്കോളൂ. ഇതിൻ്റെ ആ ചോദ്യത്തിൻ്റെ മലയാളം അർത്ഥം കൂടി എഴുതിയിട്ടുണ്ട്. അപ്പോൾ പഠിക്കാൻ എളുപ്പമായിരിക്കും. നോക്കിക്കോളൂ. ആശയാനുസാരം കവിതാ പംക്തിം ചിത്വാ ലിഖതു. അപ്പോൾ ആശയാനുസാരം കവിതാ പംക്തിം ചിത്വാ ലിഖതു. ആശയം അനുസരിച്ചിട്ട് കവിതാഭാഗം തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം നോക്കൂ. പർവ്വതം പരിതഃ വനാനി സന്തി. പർവ്വതത്തിന് ചുറ്റും വനങ്ങളുണ്ട് എന്നാണ് അർത്ഥം വരിക. അപ്പോൾ ഈ ആശയം ഉൾക്കൊള്ളുന്ന ബാലകവിതയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏതാണ് ഇതിൻ്റെ ആശയം ഉൾക്കൊള്ളുന്ന കവിതാഭാഗം എന്ന് ആദ്യം കണ്ടുപിടിക്കണം നമ്മൾ. അപ്പോൾ ഇതിൽ വരുന്നത് ശ്ലോകം 1 ഒന്നാമത്തെ ശ്ലോകമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന കവിതാഭാഗം. അപ്പോൾ നോക്കിക്കോളൂ. ഘനഘോര സുന്ദരം ബന്ധുരം കാനനം ഖഖമൃഗാദീനാം തു സുഖനിശാന്തം നവപല്ലവാഠ്യം ച കുസുമസമ്പന്നകം പരിതോ മഹീധരം ഭോ ചകാസ്തി. അത് ഒന്നാമത്തെ ശ്ലോകമാണ് ഈ ആശയവുമായി ബന്ധപ്പെട്ട കവിതാഭാഗം. ഇനി രണ്ടാമത്തെ നോക്കിക്കോളൂ. കോകിലാഹ വല്ലീനികുഞ്ചേഷു മധുരം ഗായന്തി. അപ്പോൾ കുയിലുകൾ വള്ളിക്കുടിലുകളിൽ ഇരുന്ന് മധുരമായിട്ട് പാടുന്നു എന്നാണ്. അപ്പോൾ ഈ ആശയം ഉൾക്കൊള്ളുന്ന കവിതാഭാഗം ഏതാണെന്ന് വെച്ചാൽ മൂന്നാമത്തെ ശ്ലോകത്തിൻ്റെ 3ഉം 4ഉം വരികളാണ്. അപ്പം ഞാൻ അതിനെ യോജിച്ച് അത് എഴുതിയിട്ടുമുണ്ട്. അപ്പോൾ മൂന്നാമത്തെ ശ്ലോകത്തിൻ്റെ 3ഉം 4ഉം വരികൾ നോക്കിക്കോളൂ. നവലതാ കുഞ്ചേഷു നിത്യം വനപ്രിയൈഹി കൃതാമഹോ സംഗീത രസസേചനം. അതാണ് വരിക. അപ്പം മൂന്നാമത്തെ ശ്ലോകത്തിൻ്റെ 3ഉം 4ഉം വരികളാണ് വരിക. അടുത്ത് നോക്കിക്കോളൂ. ആകാശം വീക്ഷ്യ സിംഹഃ ഉച്ചൈഹി ഗർജതി. ആകാശം വീക്ഷിച്ചിട്ട് സിംഹം ഉച്ചൈഹി ഉറക്കെ ഗർജിക്കുന്നു. ഈ ആശയം ഉൾക്കൊള്ളുന്ന കവിതാഭാഗം എന്ന് പറയുന്നത് നാലാമത്തെ ശ്ലോകത്തിൻ്റെ 1ഉം 2ഉം വരികളാണ്. വനശിലാതലമേത്യ താരാപഥം വീക്ഷ്യ മൃഗകുലാധീശസ്യ ഘനഗർജനം. അപ്പം നാലാമത്തെ ശ്ലോകത്തിൻ്റെ 1, 2 വരികളാണ് ഈ ആശയം ഉൾക്കൊള്ളുന്ന കവിതാഭാഗം. അടുത്തത് നോക്കിക്കോളൂ. വനസമ്പദഃ സർവേഷാം പ്രാണീനാം അത്യന്തം ഉപകാരപ്രദാഃ ഭവന്തി. വനസമ്പത്ത് സർവേഷാം എല്ലാ പ്രാണികൾക്കും അത്യന്തം ഉപകാരപ്രദങ്ങളായി ഭവിക്കുന്നു. ഈ ആശയം ഉൾക്കൊള്ളുന്ന കവിതാഭാഗം എന്ന് പറയുന്നത് 5ാമത്തെ ശ്ലോകത്തിൻ്റെ 3ഉം 4ഉം വരികളാണ്. നോക്കിക്കോളൂ. വനരാജ്യസമ്പദഃ പ്രാണീനാം ഇവ മർത്യലോകസ്യ സർവഥാ ഹിതകരാഃ സ്യുഃ. ഇനി ഒരെണ്ണം കൂടിയുണ്ട്. സസ്യാനാം ശാഖാസു ഖഗാഃ വാനരാഃ ച സമീലന്തി. സസ്യങ്ങളുടെ ശാഖകളിൽ ഖഗാഃ പക്ഷികളും വാനരാഃ കുരങ്ങന്മാരും ച സമീലന്തി സമ്മേളിക്കുന്നു. ഈ ആശയം ഉൾക്കൊള്ളുന്ന കവിതാഭാഗം എന്ന് പറയുന്നത് 2ാമത്തെ ശ്ലോകത്തിൻ്റെ 3ഉം 4ഉം വരികളാണ്. നോക്കിക്കോളൂ. തരുലതാശാഖാസു നീടജാനം തഥാ ശാഖാമൃഗാനാം ച സുഖമേളനം. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രയോഗവിശേഷമാണ്. അതിൽ പരിതഃ ചുറ്റും അതാണ് അർത്ഥം വരിക. ഉദാഹരണം നോക്കൂ. അധ്യാപകസ്യ പരിതഃ ഛാത്രാഃ തിഷ്ഠന്തി. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പരിതഃ എന്നുള്ള ശബ്ദത്തിൻ്റെ യോഗത്തിൽ ദ്വിതീയ വിഭക്തിയാണ് ഉപയോഗിക്കുക. അപ്പോൾ പരിതഃ എന്ന നമ്മൾ ചോദ്യത്തിൽ കാണുകയാണെങ്കിൽ ആ ചോദ്യം എപ്പോഴും ഷഷ്ഠി വിഭക്തിയിലായിരിക്കും. അതിൻ്റെ ആൻസറായിട്ട് വരിക ദ്വിതീയ വിഭക്തിയാണ് വരിക. അപ്പോൾ പരിതഃ എന്ന് പറയുന്ന വാക്ക് ചോദ്യത്തിലുണ്ടായ ഉത്തരത്തിൽ എപ്പോഴും അത് ദ്വിതീയ വിഭക്തിയിലാണ് ഉത്തരം എഴുതേണ്ടത്. ഇത് നമ്മൾ 9ൽ പഠിച്ചതാണ്. അതൊന്ന് ശ്രദ്ധിക്കുക. ചോദ്യം നോക്കിക്കോളൂ. അധ്യാപകസ്യ
അവിടെ അത് അധ്യാപകസ്യ, അത് ഷഷ്ഠി വിഭക്തിയിലാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ചോദ്യത്തിൽ ഷഷ്ഠി വിഭക്തിയിലായിരിക്കും. അപ്പം അതിൻ്റെ ആൻസർ എഴുതുമ്പോൾ പരിതഃ അധ്യാപകം, അത് ദ്വിതീയ വിഭക്തിയിലാണ് ഉപയോഗിക്കുക. ഛാത്രാഹ തിഷ്ടന്തി, ബാക്കി ആ സെൻറ്റൻസ് അതേപോലെ തന്നെ എഴുതുക കേട്ടോ. വൃക്ഷസ്യ പരിതഃ തൃണാനി രുഹന്തി. അപ്പോൾ ഈ വൃക്ഷസ്യ എന്ന് പറയുന്നത് അവിടെ ഷഷ്ഠി വിഭക്തിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പരിതഃ എന്ന് ചേർക്കുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ദ്വിതീയ വിഭക്തി വേണം പ്രയോഗിക്കാൻ. അപ്പോൾ വൃക്ഷം, അവിടെയാണ് മാറ്റം വരിക. വൃക്ഷസ്യ എന്നുള്ളത് വൃക്ഷമായി മാറും, അധ്യാപകസ്യ എന്നുള്ളത് അധ്യാപകം എന്നുമായിട്ട് മാറും. ബാക്കി ചോദ്യം അതേപോലെ തന്നെ നമ്മൾ എടുത്തെഴുതാം. ഇത്രയേ ഉള്ളൂ. ഈ 2 ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ആദ്യം നമ്മൾ പഠിക്കേണ്ടത്. നന്നായി പഠിക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. എൻ്റെ വീഡിയോസും ഷോർട്സൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ജനുവരി 2 തൊട്ട് ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ 9846770380 ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.